ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അല്പസമയം മുമ്പാണ് നമ്മളത് സംസാരിച്ചത്. സിദ്ദിഖിനെതിരായി നടി രേവതി സമ്പത്ത് ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണം നിയമപരമായ വഴിയിലേക്ക് കടക്കുകയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. മോഹൻലാലിന് കത്തയച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഉടനടി നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നവമി, നമ്മൾ നിയമ നടപടിയിലേക്കൊക്കെ കടക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് ഇത്ര പെട്ടെന്ന് രാജിവെക്കുമെന്നുള്ളത് അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആര്യ കരുതുന്നത്. എന്തായാലും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ്. അധികാരമേറ്റ് മാസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണത്തെ തുടർന്ന് നടൻ സിദ്ദിഖ് രാജിവെക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു വളരെ വേഗത്തിൽ ഒരു സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒരു നടൻ പിന്മാറുന്നത്. നമുക്കറിയാം, രഞ്ജിത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇപ്പോഴും രഞ്ജിത്തിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ ഒക്കെ നിലപാട് എത്തരത്തിലാണെന്ന് നമുക്കറിയാം. അതിനിടയിലാണ് ഈ ഒരു ലൈംഗിക ആരോപണം. ഇന്നലെ വൈകുന്നേരം സിദ്ദിഖിനെതിരെ ഒരു ആരോപണം വരുന്നു. അതിന് തുടർന്ന് ഇന്ന് രാവിലെ അല്പസമയത്തിന് മുൻപാണ് നടൻ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നത്. അമ്മയുടെ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള നടൻ മോഹൻലാലിന് കത്തയച്ചുകൊണ്ടുള്ള ഒരു രാജി പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും ഇനി സിദ്ദിഖിനെ സംബന്ധിച്ച് ഈ ഒരു പരാതിയുമായി യുവതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നിയമപരമായി നേരിടുക എന്നുള്ളതായിരിക്കും സിദ്ദിഖ് ചെയ്യേണ്ടത്. എന്തായാലും ധാർമ്മികതയുടെ പേരിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. തനിക്കെതിരെ അങ്ങനെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടെങ്കിൽ അത് താൻ രാജിവെക്കുന്നു, ഇനി നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകുമെന്നൊരു സന്ദേശം തന്നെയാണ് സിദ്ദിഖ് ഇതിലൂടെ തരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അമ്മ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിലപാട് പ്രഖ്യാപനത്തിൽ അതിൽ കൃത്യമായി തന്നെ സിദ്ദിഖ് പറഞ്ഞിരുന്നു, അങ്ങനെ ആരോപണ വിധേയരുണ്ടെങ്കിൽ നിയമപരമായി പോകും, അവരെ അമ്മ സംരക്ഷിക്കില്ല എന്നൊക്കെ ആ പ്രസംഗത്തിൽ പറഞ്ഞു. മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ സൗമ്യനായി നിന്ന് പറഞ്ഞ സിദ്ദിഖിന്റെ മുഖം നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരു പത്രസമ്മേളനത്തിൽ സിദ്ദിഖ് ഇത്രയും സൗമ്യനായി മാധ്യമങ്ങൾക്ക് മറുപടി നൽകുന്നത്. അത് പല ചോദ്യങ്ങൾക്കും അങ്ങനെ തോന്നിയോ എങ്കിൽ ക്ഷമിക്കുക മാഡം എന്നൊക്കെ വിളിച്ച് വളരെ സൗമ്യനായി മാധ്യമങ്ങളെ നേരിട്ട സിദ്ദിഖ് ആദ്യമായി ഇത്തരത്തിൽ ഒരു ആരോപണം തനിക്ക് നേരെ ഉയരുമ്പോൾ അത് രാജിവെച്ചുകൊണ്ട്, ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചുകൊണ്ട് തന്നെ താൻ ആ ഒരു അന്വേഷണത്തെ നേരിടും എന്നുള്ളൊരു നിലപാട് പ്രഖ്യാപനം തന്നെയാണ് ഈ രാജിയിലൂടെ എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് മുൻപാണ് നടൻ മോഹൻലാലിന് രാജിക്കത്ത് അയച്ചുകൊണ്ട് ഈ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം താൻ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സിദ്ദിഖ് രംഗത്തെത്തിയത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഇടയ്ക്കായിരുന്നു അമ്മയുടെ യോഗവും പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പും ഒക്കെ. എന്തായാലും ആ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചുകൊണ്ട് ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് സഹകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് നടൻ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അല്പം കഴിഞ്ഞ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ രാജിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് പ്രതികരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി പ്രതികരിച്ചേ മതിയാവൂ, ഈ നടിയുടെ ആരോപണത്തിന് മറുപടി നൽകിയേ മതിയാവൂ. എന്തായാലും പരാതിയുമായി നടി മുന്നോട്ട് പോവുകയാണെങ്കിൽ സിദ്ദിഖിന് ആ ഒരു നിയമ നടപടിയുമായി സഹകരിച്ചേ മതിയാവൂ. എന്തായാലും ഈ ഒരു ആരോപണം വന്നതിന് ശേഷം നമ്മൾ സിദ്ദിഖുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു മറുപടി തരാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും ഉടൻ തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി നൽകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനോടകം തന്നെ ഇന്നലെ തന്നെ നടൻ അനൂപ് ബാലനും ഇത്തരത്തിലൊരു സിദ്ദിഖിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മയ്ക്ക് കത്തയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സ്വയം താൻ രാജി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിന് കത്തയക്കുകയും അല്പസമയത്തിന് മുൻപ് നടൻ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയും നേരത്തെ ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ അവർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ പല നിലപാടുകളിലും അമ്മയിലുള്ള അംഗങ്ങൾക്ക് പോലും ഭിന്നത ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ജഗദീഷ് അടക്കം രംഗത്തേക്കെത്തി സിദ്ദിഖ് പറഞ്ഞതുപോലെ അല്ല, അതിനപ്പുറം ഗൗരവമേറിയ കാര്യം തന്നെയാണ്. അതിന് അത്രത്തോളം ഗൗരവത്തോട് തന്നെ ഈ താരങ്ങൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നടത്തിയിട്ടുള്ള ആരോപണങ്ങളെ കാണണമെന്ന് പറയുന്നു. പിന്നീട് ഉർവശിയും ശ്വേതാ മേനോനും അടക്കമുള്ള നടിമാരും അൻസിബയും ഒക്കെ രംഗത്തേക്കെത്തി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. അപ്പോൾ താൻ പറഞ്ഞ തരത്തിലല്ല
തന്റെ സംഘടനയ്ക്കുള്ളിൽ പോലും താൻ പറയുന്നതിനപ്പുറമുള്ള ഭിന്നാഭിപ്രായം ഉണ്ട് എന്നുള്ളത് കൂടി സിദ്ദിഖിന് ബോധ്യമായ 2 ദിവസമായിരുന്നു കഴിഞ്ഞു പോയതല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് ആര്യ. കാരണം ഈ ഒരു ആരോപണവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ നിലപാട് തന്നെ വളരെ വൈകിയായിരുന്നു. അവർക്കൊരു ഷോ ഉണ്ട്, അതാണ് തങ്ങൾക്കിപ്പോൾ പ്രാധാന്യം. അതിനുശേഷം ഇതിന് ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്ന തരത്തിലുള്ളൊരു നിലപാടായിരുന്നു അമ്മയും ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ എടുത്തത്. നമുക്കറിയാം, ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ദിവസം തന്നെ മാധ്യമങ്ങൾ സിദ്ദിഖിന്റെ അടുത്ത് പോവുകയും ഇതിനൊരു പ്രതികരണമൊക്കെ ആരാഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ അമ്മ അതിലൊരു മറുപടിയായി പറയുന്നത്. ആ പത്രസമ്മേളനത്തിൽ പോലും അമ്മയുടെ നിലപാട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ തങ്ങൾ ഞെട്ടിച്ച വിവരങ്ങളാണ് ഇതിലുള്ളതൊന്നും പറയുന്നില്ല. അത് സ്വാഗതം ചെയ്യുന്നു, ഇതിലെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കും, സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്, അത് സർക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ള തരത്തിലുള്ളൊരു നിലപാട്. അതിൽ ജോമോളിന്റെ നിലപാടൊക്കെ നമ്മൾ വളരെയേറെ വിമർശനം ഉന്നയിച്ചത് കൂടിയാണ്. അതിനുശേഷം ആദ്യം തന്നെ നടൻ സിദ്ദിഖിനെതിരെ, ആദ്യം രഞ്ജിത്തിനെതിരെ, സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി രംഗത്തെത്തുന്നു. തൊട്ടു പിന്നാലെ നടൻ സിദ്ദിഖിനെതിരെ ഈ ഒരു ആരോപണവുമായി രേവതി. സിദ്ദിഖിനൊപ്പം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ജോമോള് തന്നെ ഇത്തരത്തിൽ ഒരു നോട്ടം കൊണ്ടുപോലും തനിക്കൊരു മോശം അനുഭവം സിനിമയിൽ ഉണ്ടായിട്ടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടോ സിനിമയിൽ, പവർ ഗ്രൂപ്പ് ഉണ്ടോ, അഭിനേതാക്കൾക്ക് പ്രതികരിക്കുന്നവർക്ക് അവസരങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടോ എന്നൊക്കെ ഒന്നും അറിയാത്തൊരു വ്യക്തിയെ പോലെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അത് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആ നേതൃത്വത്തിലുള്ള ആളുകളുടെ നിലപാട് തന്നെയാകും. അത് അത്തരത്തിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചാൽ മതി എന്നുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള നേരത്തെ തീരുമാനിച്ചെടുത്ത കാര്യം തന്നെയായിരിക്കും. അത്തരത്തിൽ തന്നെയായിരിക്കും നിലപാട് പറഞ്ഞത്. നേരത്തെ ഇപ്പോൾ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സൗമ്യനായി സിദ്ദിഖിനെ കാണപ്പെട്ടു, വളരെ സൗമ്യനായി ഇടപെട്ടു, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ സഹിഷ്ണുതയോടുകൂടി മറുപടി നൽകി എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം എന്ത് നിലപാടാണ് അതിൽ പറഞ്ഞത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ പവർ ഗ്രൂപ്പോ മാഫിയയോ അങ്ങനെ ഈ പറയുന്നത് പോലുള്ള പീഡന ആരോപണങ്ങളോ സംഭവങ്ങളോ ഒന്നും സിനിമാ മേഖലയിൽ അത്രത്തോളം ഇല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്നത്. ആർക്കെങ്കിലും ആരോപണമുണ്ട്, പരാതി ഉണ്ടെങ്കിൽ രംഗത്തേക്ക് വരട്ടെ, അമ്മയ്ക്ക് ഇതുവരെ അത്തരത്തിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നൊക്കെ വളരെ കാഷ്വലായി അദ്ദേഹം പറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷെ എന്നിരുന്നാൽ പോലും നടി രേവതി സമ്പത്ത് എടുത്ത നിലപാട്, സധൈര്യം മുന്നോട്ട് വന്ന നിലപാട്, അല്ലെങ്കിൽ സിദ്ദിഖിൽ നിന്ന് തനിക്ക് ഉണ്ടായ ദുരനുഭവം പറയാൻ കാണിച്ച ധൈര്യം, അത് നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. തനിക്കെതിരെ തന്നെ ഈ ആരോപണം ഒരുപക്ഷെ ആദ്യം വരും, അല്ലെങ്കിൽ ആ പരാതി സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതി വരട്ടെ എന്ന് പറഞ്ഞ് തനിക്കെതിരെ തന്നെ ആ ഒരു പരാതി ആദ്യം വരുമെന്ന് പോലും സിദ്ദിഖ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതുകൂടി നമുക്ക് കരുതണം, അല്ലേ? അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് അറിയില്ല ആര്യ. തനിക്കെതിരെയും ആരോപണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുൻകരുതലിനും കൂടി ആയിരിക്കില്ലേ സിദ്ദിഖ് അത് പരാതിയുമായി മുന്നോട്ട് സർക്കാർ പോട്ടെ, അതിന് സഹകരിക്കും എന്നുള്ളൊരു നിലപാടെടുത്തത്. അങ്ങനെയുമാകാം. കാരണം ഇവർക്കല്ലേ അറിയൂ, ഇവർക്ക് തന്നെ അറിയാം, നമുക്കറിയാം ഈ സിനിമയിലുള്ള പലർക്കും ഭയപ്പാടുണ്ട്, തങ്ങളുടെ പേരുണ്ടോ എന്ന്. കാരണം കുറ്റം ചെയ്തവർക്കല്ലേ ഇത്തരത്തിൽ ഭയപ്പെടേണ്ടതുണ്ട്. സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അത് തെളിയിക്കേണ്ടത് കോടതിയും നിയമങ്ങളുമാണ്. പക്ഷേ ഇത്തരത്തിലൊരു ആരോപണവുമായി ഒരു നടി വെറുതെ രംഗത്തെത്തില്ലല്ലോ, അതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടാകും. അങ്ങനെ ഉണ്ടെന്ന പേടി ഇവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമ്മ അടക്കമുള്ള സംഘടനകൾ പ്രതികരിക്കാൻ വൈകിയത്. ഈ രഞ്ജിത്ത് അടക്കമുള്ളവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും പ്രതികരിച്ചില്ല. എനിക്ക് ചിലപ്പോൾ നമുക്കറിയില്ല, ചിലപ്പോൾ ഇവർക്ക് അറിയാമായിരിക്കും ഇവരുടെ പേരുകളൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്ന്. നേരത്തെ ഇവർക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും ഈ പ്രതികരണങ്ങളിലൊക്കെ വൈകുന്നതും. പല നടന്മാരും സംവിധായകന്മാരും ഉന്നത താരങ്ങളും ഒക്കെ ഇപ്പോഴും പ്രതികരിക്കാതെ രംഗത്തെത്തുന്നത് നമുക്കറിയാം. ഈ സിനിമാ മേഖലയിലെ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഈ താരങ്ങൾ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റുകൾ അത് നമ്മൾ തന്നെ പലപ്പോഴും വാർത്തയാക്കാറുണ്ട്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എത്ര താരങ്ങളാണ് ഫേസ്ബുക്കിലൂടെ തങ്ങളുടെ നിലപാട് അറിയിച്ചത്? വളരെ ചുരുക്കം പേരായിരിക്കും. ഉർവശി അടക്കം ഇന്നലെ പറയുന്നൊരു സാഹചര്യമുണ്ടായി. താൻ സിനിമയിൽ വന്ന് ഇത്രയും നാളായി നോട്ടം കൊണ്ട് പോലും ഒരു മോശം അനുഭവം തനിക്ക് ഉണ്ടായില്ല എന്ന് പറയുകയാണെങ്കിൽ അത് താൻ കള്ളം പറയുന്നതാണ്. അത് കൃത്യമായി ഉർവശി പറയുന്നു. ഒരാൾക്കെതിരെ ആരോപണമല്ല, തനിക്കും ആ ഒരു അനുഭവം സിനിമയിൽ നിന്നുണ്ടായി എന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവം ഉർവശിയെ പോലുള്ളൊരു നടി കാണിച്ചു. പകരം ജോമോളാകട്ടെ പറഞ്ഞത് തനിക്ക് അങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായില്ല എന്ന്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും.
ജോമോളെ സംബന്ധിച്ച് അങ്ങനെ ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവർ ഇരിക്കുന്ന സ്ഥാനം, അത് ഏത് സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അത് പറയുന്നത്, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്കൊപ്പമുള്ള അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള നടിമാർ ഇത്തരത്തിൽ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ദുരനുഭവം ഉണ്ടാകുമ്പോൾ, അവരുടെ നോട്ടം കൊണ്ടും ശാരീരികമായും അവർ ഉപദ്രവിക്കപ്പെടുമ്പോൾ അതിന് കണ്ണടച്ചുകൊണ്ട് തനിക്ക് ഇതൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്ന ജോമോളുടെ നിലപാട്, അതാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. ഒപ്പം ഹൻസിബ അടക്കമുള്ളവർ യുവ നടിയാണ്. നമുക്കറിയാം അവരൊക്കെ സിനിമയിലേക്ക് എത്തി വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പക്ഷേ തനിക്ക് അനുഭവപ്പെട്ട മോശം ഒരു രീതിയെക്കുറിച്ച് തുറന്നു പറയാനുള്ള ആർജവം ഹൻസിബയെ പോലുള്ളൊരു നടി കാണിച്ചു. ശ്വേതാ മേനോൻ കൃത്യമായി പറഞ്ഞു, മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്, മാഫിയ ഉണ്ടെന്ന് തുറന്നു പറയാൻ. താനും ആ വിലക്കിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അവരുടെ വിലക്കിൽ താനും ഇരയായിട്ടുണ്ടെന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവം അത് ശ്വേതാ മേനോനും കാട്ടി. പക്ഷെ ഇപ്പോഴും ജോമോളെ പോലുള്ള നടിമാർ സിനിമയിൽ യാതൊരു പ്രശ്നവുമില്ല, അത് തനിക്ക് ചുറ്റുമുള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ നിലപാടെടുക്കുമ്പോഴാണ് ഇവിടെ ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്നത്. തനിക്കൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംഘടനയും ഒപ്പം ഈ സംഘടനയിൽ തലപ്പത്തിരിക്കുന്നത് എന്നൊരു ചോദ്യം. പക്ഷേ അവിടെ സിദ്ദിഖ് തനിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ സ്വമേധയാ രാജിവെക്കുന്നു, അല്ലെങ്കിൽ സ്വമേധയാ താൻ ഈ ഒരു പദവി ഒഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് മോഹൻലാലിനെ കത്തയക്കുന്നു. അങ്ങനെ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രേവതി സമ്പത്ത് എന്ന നടി, യുവ നടി ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് അന്വേഷിക്കേണ്ടതും നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടത് സർക്കാരും പോലീസുമാണ്. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അത് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് നിയമ നടപടിയുമായി അല്ലെങ്കിൽ നിയമപരമായി തന്നെ അത് നേരിടാൻ സിദ്ദിഖ് കാണിച്ച ആർജവം, അത് തന്നെയാണ് മലയാള സിനിമയിലെ മറ്റു താരങ്ങളും ഒപ്പം രഞ്ജിത്ത് അടക്കമുള്ളവരും ആയി ചെയ്യേണ്ടതെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും സ്വമേധയാ സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് മോഹൻലാലിന് കത്തയച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രാജി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ഇപ്പോൾ സിദ്ദിഖ് ഒഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ നമുക്ക് സിദ്ദിഖിന്റെ പ്രതികരണം ലഭ്യമാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് സിദ്ദിഖിനെ പ്രതികരണം ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു രാജി അതൊരു ആരോപണം നേരിട്ടത് കൊണ്ട് തന്നെയാണ്. അത്തരത്തിലൊരു ആരോപണം നേരിട്ടെങ്കിൽ താൻ ഈ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് സ്വയം തോന്നിയത് കൊണ്ട് തന്നെയായിരിക്കും സിദ്ദിഖ് ഇപ്പോൾ രാജിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി അത് നിയമ നടപടി, പരാതി, ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു നിലപാട് സിദ്ദിഖ് സ്വീകരിച്ചു, അത് അഭിനന്ദനാർഹമാണ്. കാരണം അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് തെളിയിച്ചിട്ട് തന്നെ സിദ്ദിഖ് അമ്മ എന്നുള്ളൊരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സിദ്ദിഖിന് കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് വലിയ വിവാദങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പല നടന്മാരുടെയും പല പ്രമുഖരുടെയും പേരുകൾ ഈ റിപ്പോർട്ടിലുണ്ടെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ സിദ്ദിഖ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തു. എന്തായാലും ഉടൻ തന്നെ വരും മണിക്കൂറുകൾ നമുക്ക് സിദ്ദിഖിന്റെയും അല്ലെങ്കിൽ മറ്റ് താരങ്ങളുടെയും ഒക്കെ പ്രതികരണം ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രാജി ഇപ്പോൾ സിദ്ദിഖ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. താൻ രാജിവെച്ചിരിക്കുന്നു, സ്വമേധയാ താൻ സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സിദ്ദിഖ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് കത്തയച്ചിരിക്കുന്നത്. സിനിമയിലെ തന്നെ ഈ സംഘടനയിലെ തന്നെ മറ്റ് താരങ്ങളും സിദ്ദിഖിനെതിരെ രംഗത്ത് വന്നിരുന്നു. പരോക്ഷമായി അവർ ഒരു അമ്മയ്ക്ക് കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് കുറ്റം തെളിയിച്ചു വരേണ്ട ഉത്തരവാദിത്വം സിദ്ദിഖിന്റെയാണ്. അതുവരെ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കാനുള്ള ഉത്തരവാദിത്വം സിദ്ദിഖിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയിലെ മറ്റാളുകൾ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യത്തിലാണ് സിദ്ദിഖിന്റെ ഈ ഒരു രാജി. തീർച്ചയായും.